തദ്ദേശ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് പേര് ചേർക്കുന്നതിനായി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ പേജിൽ ഓൺലൈനായി ഇപ്പോൾ അപേക്ഷ നൽകാം. ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 38 വാർഡുകൾ മാത്രമാണ് ഇപ്പോൾ ഇത്തരം അപേക്ഷകൾ നൽകാനാവൂ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പേജിൽ തദ്ദേശ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ മാത്രമേ കഴിയൂ. വോട്ടർ ID ലഭിക്കാനായി ഇലക്ഷൻ കമ്മീഷൻ്റെ പേജിലാണ് അപേക്ഷ നൽകേണ്ടത്. അതിൻ്റെ വിശദമായ വീഡിയോ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. തദ്ദേശ വോട്ടർ പട്ടികയിൽ പേര് നൽകുന്നതിനായി SEC കേരളയുടെ സൈറ്റിലാണ് പ്രവേശിക്കേണ്ടത്. അതിൻ്റെ ലിങ്കും കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. സൈറ്റിലേക്ക് പ്രവേശിക്കുക. തുറന്നു വരുന്ന സ്ക്രീനിൽ പോപ്പപ്പ് ക്ലോസ് ചെയ്യുക. മുകളിലത്തെ മെനുവിൽ സിറ്റിസൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ അഡീഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ലോഗിൻ ചെയ്യണം. മുമ്പ് ഈ സൈറ്റിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് ലോഗിൻ ചെയ്യാം. അല്ലാത്തവർ കുറച്ച് താഴെയായി സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുമുമ്പായി വോട്ടർ പട്ടികയിൽ എങ്ങനെ പേര് ചേർക്കാം എന്ന ലിങ്കിൽ ടച്ച് ചെയ്താൽ അപേക്ഷ നൽകേണ്ടതിന് വിശദമായ ഒരു PDF ഫയൽ ലഭിക്കും. അത് വായിച്ചു നോക്കി മനസ്സിലാക്കിയ ശേഷം നമുക്ക് അപേക്ഷകൾ നൽകാം. സിറ്റിസൺ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പേജിൽ നിങ്ങളുടെ ഫുൾ നെയിമും മൊബൈൽ നമ്പറും ഒരു പാസ്വേഡും നൽകണം. പാസ്വേഡ് 2 തവണ നൽകാനുണ്ട്. പാസ്വേഡ് ഏത് തരത്തിൽ ഉള്ളതാകണമെന്നതിൻ്റെ വിശദമായ വിവരങ്ങൾ തൊട്ട് താഴെ വിവരിച്ചിട്ടുണ്ട്. അതേ പ്രകാരം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡും നൽകി ക്യാപ്ചയും കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുന്നതിനുള്ള ഒരു പേജിലേക്ക് എത്തിച്ചേരും. അവിടെ വെരിഫൈ എന്നതിൽ അമർത്തുക. ശേഷം വരുന്ന OTP നൽകി രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന സ്ക്രീനിൽ കാണിക്കും. താഴെ ലോഗിൻ എന്നതിൽ അമർത്തുക. നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് യൂസർ നെയിം. മുമ്പ് ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. അവിടെ നെയിം ഇൻക്ലൂഷൻ ഫോം 4 എന്നതിൽ ക്ലിക്ക് ചെയ്താണ് അപേക്ഷാ ഫോം നൽകേണ്ടത്. അവിടെ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് അപേക്ഷാ ഫോം സബ്മിറ്റ് ചെയ്യുക.